NHS ഇൻ്റർവ്യൂവിൻ്റെ എൻ്റെ ഒരു മാരത്തോൺ കഥ ഷെയർ ചെയ്ത സമയത്ത് എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂവും ലാസ്റ്റ് ഇൻ്റർവ്യൂവുള്ള എക്സ്പെക്ടേഷൻ ഭയങ്കര വ്യത്യാസം ഉണ്ടായിരുന്നു. എനിവേ അത് ഷെയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് പേർക്കെങ്കിലും ഇതൊരു തള്ളുവണ്ടിയല്ലേ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാട്ടോ ഈ ഒരു സ്ക്രീൻഷോട്ട്സ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. ഇതിന് നിങ്ങൾ തന്ന സപ്പോർട്ടാട്ടോ ഇന്ന് ഞാനൊരു ക്വിക്ക് വീഡിയോ ആയിട്ട് ഇതെല്ലാം ഷെയർ ചെയ്യാനുള്ള കാരണം എന്നെപ്പോലെ ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്നെപ്പോലെ ട്രൈ ചെയ്ത് ക്രാക്ക് ചെയ്തവർ ഒരുപാട് നല്ല സജഷൻസും കാര്യങ്ങളൊക്കെ ആ കമൻറ്റ് ബോക്സിൽ ഫില്ല് ചെയ്ത് കണ്ടപ്പം എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ കൊണ്ട് ഇത്രയും ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ഷെയർ ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി ഞാൻ ഷെയർ ചെയ്ത ഒരു സ്ക്രീൻഷോട്ടിൽ കണ്ടിട്ടുണ്ടാകും എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയിട്ടുണ്ടായിരുന്നു ആംബുലൻസ് സർവീസിൽ നവംബറിലോ ഡിസംബറിലോ ആയിട്ട്. പക്ഷേ അതെനിക്ക് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് കണ്ടിന്യൂ ചെയ്തെങ്കിലും ഞാൻ അവസാനം വിഡ്രോ ചെയ്യേണ്ടി വന്നു. കാരണം ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു സ്കൂളിലാണ്. സ്കൂളിൽ നിന്നും എനിക്ക് പോകാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുപോലെ അത് ബാങ്ക് സ്റ്റാഫാണ്. എൻ്റെ ടൈമിംഗ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ കുഞ്ഞു കുഞ്ഞു പാഷനുകൾ കൂടെ കൊണ്ട് നടക്കുന്ന ആളായതുകൊണ്ട് തന്നെ അതിനും കൂടെ ടൈം കണ്ടെത്താൻ പറ്റുന്ന ജോലിക്കായിരുന്നു ഞാൻ പ്രിഫറൻസ് കൊടുത്തത്. ഇതിനപ്പുറം എനിക്കൊരു വലിയ റീസൺ ഉണ്ട്. അതെന്തായാലും ഞാൻ ഇൻ ഫ്യൂച്ചർ പറയുന്നതായിരിക്കും. അതുപോലെ എനിക്ക് ഇത്രയും ഇൻ്റർവ്യൂ കോൾസ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ബാൻഡ് 2 ഹൗസ് കീപ്പിംഗ് തൊട്ട് ബാൻഡ് 6 വരെയുള്ള ഒരുപാട് പോസ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും എനിക്ക് ഇൻ്റർവ്യൂസ് വന്നത് ബാൻഡ് 2 തൊട്ട് ബാൻഡ് 5 വരെയുള്ള പോസ്റ്റിനാണ്. അത്യാവശ്യം എല്ലാ പോസ്റ്റിലും എനിക്ക് 1 2 അതിൽ കൂടുതലോ ഇൻ്റർവ്യൂസ് വന്നിട്ടുണ്ട്. പിന്നെ എനിക്കിതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഞാൻ ഏകദേശം 200+ ആപ്ലിക്കേഷൻസ് സബ്മിറ്റ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ സപ്പോർട്ടിംഗ് ഇൻഫർമേഷൻ ദൈവം സഹായിച്ച് കുഴപ്പമില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ എൻ്റെ കോഴ്സ് ഏതാണെന്ന് കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ MSc ഡേറ്റാ സയൻസ് ആണ് ചെയ്തത്. നാട്ടിൽ ഞാൻ ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജറായിട്ട് ഒരു 3 to 6 months മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഡയറക്റ്റ്ലി ഇങ്ങോട്ട് വരുമായിരുന്നു. അപ്പോൾ എനിക്ക് ലാക്ക് ഓഫ് എക്സ്പീരിയൻസ് നല്ലോണം ഉണ്ട്. പക്ഷേ എന്നെക്കാളും ക്വാളിഫൈഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരുപാട് പേര് വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ എന്തായാലും 1 2 ഇൻ്റർവ്യൂവിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഞാൻ സ്റ്റിൽ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എൻ്റെ ബെസ്റ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.